ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. വൃന്ദാവനത്തിൽ നിന്ന് കൃഷ്ണൻ മധുരയിൽ എത്തിച്ചേർന്ന ആ കഥയൊക്കെ നമ്മൾ കേട്ടു. കംസനെ വധിച്ചു. ഇപ്പോൾ കൃഷ്ണൻ മധുരയിലാണ് താമസിക്കുന്നത്, കൃഷ്ണനും രാമനും ഒക്കെ തന്നെ. പക്ഷേ മറ്റൊരു സ്ഥലത്തിൻ്റെ പേര് കൃഷ്ണനുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കാറുണ്ട്. ഏതാണ് ആ സ്ഥലം? ദ്വാരക. എങ്ങനെയാണ് ദ്വാരകയിലേക്ക് കൃഷ്ണൻ എത്തിയത്? ദ്വാരക എന്ന നഗരം എങ്ങനെ ഉണ്ടായി? നമുക്കിന്ന് ആ ഭാഗം ഒന്ന് നോക്കാം. നിങ്ങൾക്ക് അറിയാമോ? ഇതിനു മുമ്പ് ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ഈ ഭാഗവതം, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. പശ്ചിമ സാഗരത്തിൽ കുശസ്ഥലി എന്നൊരു ദ്വീപും അതിലേക്ക് വൻകരയിൽ നിന്നും കടക്കുന്നതിനായിട്ട് 1 യോജന ദൈർഘ്യമുള്ള ഒരു പാലവും പണ്ട് ഉണ്ടായിരുന്നു. കാലാന്തരത്തിൽ ആ ദ്വീപ് ഒരു മനോഹര നഗരിയായി രൂപം പ്രാപിച്ചു. അതിൻ്റെ അധിപനായിരുന്ന ആനർത്ത എന്ന രാജാവും വരുണനും, അതായത് വരുണൻ ആരാണ്? സമുദ്രദേവൻ. വരുണനും തമ്മിൽ ഒരു തർക്കമുണ്ടായി. അതിൻ്റെ ഫലമായി വരുണൻ ആ നഗരം മുഴുവനും സമുദ്രത്തിൽ മുക്കിക്കളഞ്ഞു. ഭഗവാൻ നിശ്ചയിക്കുകയാണ്, അങ്ങനെ ആ നഗരം സമുദ്രത്തിൻ്റെ അടിയിലുണ്ട്, അത് ഉയർത്തിക്കൊണ്ട് വന്ന് അവിടെ ഒരു പുതിയ നഗരം സൃഷ്ടിക്കണം. ഇതാണ് സർവേശ്വരൻ്റെ ആഗ്രഹം. ശത്രുക്കൾ ആരെങ്കിലും ആ പാലത്തിൽ ചവിട്ടിയാൽ അതുടനെ തന്നെ വെള്ളത്തിൽ താഴ്ന്നു പോകും. അങ്ങനെ ഒരു ശാപവും ആ പാലത്തിനുണ്ട്. ഏത് പാലത്തിന്? ആ ദ്വീപിലേക്ക് പോകാനൊരു പാലമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ പാലത്തിന് അങ്ങനെ ഒരു ശാപമുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു നഗരം സ്ഥാപിച്ചാൽ ശത്രുക്കളുടെ ശല്യവും ഉണ്ടാവുകയില്ല. ഇതാണ് ഭഗവാന്റെ നിശ്ചയം. ഇതെല്ലാം ആലോചിച്ച് കൃഷ്ണൻ തൻ്റെ ആഗ്രഹം ജ്യേഷ്ഠനായ രാമനെ ധരിപ്പിക്കുന്നു. അത് കേട്ടപ്പോൾ രാമനും വലിയ സന്തോഷമായി. പെട്ടെന്ന് തന്നെ 2 പേരും കൂടി നേരെ അവിടേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി കൃഷ്ണൻ വരുണദേവനെ മനസ്സിൽ ധ്യാനിച്ചു. ഉടൻ തന്നെ വരുണദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ തൻ്റെ ആഗ്രഹം വരുണദേവനോട് പറഞ്ഞു. വരുണദേവൻ ഉടൻ തന്നെ തൻ്റെ ജലം പിൻവലിച്ചു. അതായത് ഈ പാലത്തിനെയും ഈ ദ്വീപിനെയും മൂടിക്കിടന്ന തൻ്റെ ജലം പിൻവലിക്കുകയും ഈ ദ്വീപ് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ കൃഷ്ണനും രാമനും കൂടി ആ പാലത്തിലൂടെ നടന്ന് ആ ദ്വീപിൽ എത്തിച്ചേർന്നു. അപ്പോൾ അവിടെ തരിശായി കിടക്കുന്ന ഒരു വൻകരയാണ്. ഇനി അവിടെ ഒരു പട്ടണം സ്ഥാപിക്കണം. അതിനു വേണ്ടിയിട്ട് കൃഷ്ണൻ ദേവശില്പിയായ വിശ്വകർമാവിനെ മനസ്സിൽ ചിന്തിച്ചു. പെട്ടെന്ന് തന്നെ വിശ്വകർമാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. വിശ്വകർമാവിനോട് ഭഗവാൻ തൻ്റെ ആഗ്രഹം പറഞ്ഞു. ഒരു നല്ല നഗരം അവിടെ പണി ചെയ്തു കൊടുക്കാം എന്ന് വിശ്വകർമാവ് ഭഗവാനോട് പറയുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ഒരു നല്ല സമയം ഒക്കെ നോക്കി ദേവശില്പി നഗരത്തിൻ്റെ നിർമ്മാണം തുടങ്ങുകയും ചെയ്തു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളണം. അതായത് ഭഗവാന്റെ ദ്വാരക
എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് ദ്വാരകയെ ഭാഗവതത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്? നിങ്ങൾ കണ്ണടച്ച് കേട്ടുകൊള്ളുക. ഹരേ കൃഷ്ണ. 10 യോജന നീളവും 10 യോജന വീതിയും ഒത്തിണങ്ങി സമചതുരാകൃതിയിലുള്ള ആ മനോഹര മരതക ദ്വീപിനു ചുറ്റും ഉയർന്ന കരിങ്കൽ കോട്ടയും അതിനുള്ളിൽ 4 സ്വർണ ഗോപുരങ്ങളോടുകൂടിയ 7 ഉപദുർഗങ്ങളും, അങ്ങനെ 28 കമനീയ കാഞ്ചന ഗോപുരങ്ങളും, ആ ഗോപുരങ്ങളുടെ മുകളിൽ നവരത്ന നഖചിതങ്ങളായ രമണീയ മണിമകുടങ്ങളും ശില്പവൈചിത്ര്യം തികഞ്ഞ അനവധി മണിഹർമ്മ്യങ്ങളും പരസഹസ്രചേതോഹരങ്ങളായ മറ്റു ഗൃഹങ്ങളും രത്നവിരാജിതങ്ങളായ രമണീയ രാജമന്ദിരങ്ങളും ഇന്ദ്രനീല കല്ലുകളാൽ പടുത്തുയർത്തപ്പെട്ട ഉന്നത രമ്യസൗധങ്ങളും മതിമോഹന സുവർണവർണ്ണ ശബളിതങ്ങളായ മണിമണ്ഡപങ്ങളും തങ്കത്തകിടുകൾ പാകിയ അങ്കണങ്ങളും വിചിത്ര വിശാല നൃത്തശാലകളും കേളീഗൃഹങ്ങളും സ്നാനഘട്ടങ്ങളും വിസ്താരമേറിയ ഭോജനശാലകളും അതിനനുസരിച്ചിട്ടുള്ള മഹാ ആസനങ്ങളും മണിമന്ദിരങ്ങളും മന്ത്രിമന്ദിരങ്ങളും ആനപ്പന്തികളും കുതിരപ്പന്തികളും രഥശാലകൾ ഭടജനവാസ മന്ദിരങ്ങൾ വീഥികൾ രാജപാതകൾ ബ്രാഹ്മണാലയങ്ങൾ നിർമ്മല ജലമുൾക്കൊള്ളുന്ന സരസുകൾ തുടങ്ങിയവകളും കുസുമ സഞ്ചയങ്ങളോടുകൂടിയ വൃക്ഷലതാദികളും നന്ദനാരാമം നമിക്കുന്ന പൂവനങ്ങളും ഭഗവാനിരിക്കാനുള്ള 7 നില മതിമോഹന സുവർണ മണിമാളികയും ആസ്ഥാന മണ്ഡപവും കാര്യവിചാര മണ്ഡപശാലയും രമണീയമായ സഭാതലവും അന്തഃപുര മണിമന്ദിരങ്ങളും രത്നവിരാജിതങ്ങളായ ശയ്യകളും പതാകകൾ പാറിക്കളിക്കുന്ന സ്വർണ ധ്വജങ്ങളും, ഇങ്ങനെ 100,000 അത്ഭുതാവഹങ്ങളായ ചേതോഹര ചൈതന്യ ശില്പങ്ങൾ വിശ്വകർമാവ് അവിടെ നിർമ്മിച്ചു. ഭഗവാന്റെ മായാ വൈഭവത്തിലാണ് അവയെല്ലാം അത്ര വേഗം അവിടെ ഉണ്ടായതെങ്കിലും ബാഹ്യലോക ദൃഷ്ടിയിൽ വിശ്വകർമാവ് അതിൻ്റെ കർത്താവായി എന്ന് മാത്രം. ഹരേ കൃഷ്ണ. ഇങ്ങനെയായിരുന്നു ഭഗവാന്റെ ദ്വാരക. പരമാത്മാവിനെ ദർശിക്കുവാനുള്ള ദ്വാരം എന്ന അർത്ഥം ധ്വനിക്കുന്ന ദ്വാരക എന്ന് ആ നഗരിക്ക് കൃഷ്ണൻ നാമവും നൽകി. സർവത്ര കാഞ്ചനമയമായ ആ പുരം അങ്ങനെ ചമച്ചതിനു ശേഷം ദേവശില്പി ദേവദേവന്റെ അനുഗ്രഹ ആശസ്സുകളും വാങ്ങി അന്തർധാനം ചെയ്തു. അതിനുശേഷം കൃഷ്ണൻ ജ്യേഷ്ഠനും ഒരുമിച്ച് മധുരയിൽ വന്ന് അവിടെയുള്ള സ്ത്രീ പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെ സർവയാദവന്മാരെയും ചതുരംഗ സേനാ സമൂഹത്തെയും സ്വർണരത്നാദികൾ തുടങ്ങിയ ഭണ്ഡാരങ്ങളെയും ആരുമറിയാതെ ഗൂഢമായി രാത്രിക്കു രാത്രി ദ്വാരകയിലേക്ക് രഥത്തിൽ കയറ്റി അയച്ചു.
അതിനു പുറമെ കൃഷ്ണനും അവിടെ എത്തി. തങ്ങൾക്കിഷ്ടമുള്ള ഗൃഹങ്ങൾ തിരഞ്ഞെടുത്തു താമസിച്ചു കൊള്ളുവാൻ അദ്ദേഹം അവർക്ക് അനുവാദവും കൊടുത്തു. ഓരോരുത്തരും അവരവരുടെ സ്ഥാനമനുസരിച്ചിട്ടുള്ള മന്ദിരങ്ങൾ തിരഞ്ഞെടുത്ത് താമസവും ഉറപ്പിച്ചു. മധുരയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ തങ്ങൾക്കുള്ള വസ്ത്രധനാദി സമ്പത്തുകൾ സർവവും അവർ കൊണ്ടുപോന്നിരുന്നു. ബ്രാഹ്മണാലയങ്ങളിൽ ബ്രാഹ്മണരും ക്ഷത്രിയ മന്ദിരങ്ങളിൽ യാദവ ക്ഷത്രിയരും സന്തുഷ്ടരായി പ്രവേശിച്ചു. ഇതെല്ലാം കണ്ടിട്ട് അത്യധികമായ സന്തോഷത്തോടുകൂടി ദേവേന്ദ്രൻ മറ്റുള്ളവർക്ക് അദൃശ്യനായി, എന്നാൽ ഭഗവാന് കാണാം. ആ രീതിയിൽ അവിടെ പ്രത്യക്ഷപ്പെടുകയും സുധർമ്മ എന്ന ദേവസഭാതലം ദേവകീ നന്ദനനായ സാക്ഷാൽ ശ്രീകൃഷ്ണന് പാരിതോഷികമായി നൽകി. അപ്പോൾ ദേവേന്ദ്രൻ എന്താണ് സമ്മാനമായി നൽകിയത്? ദേവസഭാതലം. ആ ദേവസഭാതലത്തിൻ്റെ പേരാണ് സുധർമ്മ. സുധർമ്മയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? സുധർമ്മയിൽ വാഴുന്നവർക്ക് മരണഭീതി ഉണ്ടാകുന്നതല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അതിനുശേഷം വരുണദേവൻ പ്രത്യക്ഷപ്പെട്ടു. വരുണദേവൻ വായുവേഗതയുള്ള 1000 വെള്ള കുതിരകളെയും ദിക്പാലകനും ഭക്തനുമായ വൈശ്രവണൻ, അതായത് കുബേരൻ, 8 ഭാരം നിധിയും പാരിതോഷികമായി ശ്രീകൃഷ്ണന് നൽകി. അങ്ങനെ എല്ലാ ദിക്പാലകന്മാരും ഓരോരോ വിശിഷ്ട സാധനങ്ങൾ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ തിരുമുൽ കാഴ്ചയായി സമർപ്പിച്ചു. എല്ലാം സ്വീകരിച്ച് എല്ലാവരെയും വേണ്ട വിധം അനുഗ്രഹിച്ച് അയച്ചതിനു ശേഷം മല്ലാരി ഒന്നും അറിയാത്ത മട്ടിൽ മധുരാപുരിയിലേക്ക് തിരിച്ചു പോന്നു. അതായത് എല്ലാവരെയും ദ്വാരകയിൽ കൊണ്ടുവന്ന് സുഖമായി പാർപ്പിച്ചതിനു ശേഷം ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ കൃഷ്ണൻ മധുരയിലേക്ക് തിരിച്ചു പോന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഭഗവാൻ അങ്ങനെ ഒരു കൃത്യം ചെയ്തത്? അതായത് ആരും അറിയാതെ എല്ലാവരെയും ദ്വാരകയിലേക്ക് മാറ്റി, എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ തിരിച്ചു മധുരയിലേക്ക് എന്തിന് പോയി? ആ കഥ നമുക്ക് അടുത്ത ദിവസം നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ഇന്നലെ ഇട്ടിരുന്ന ഭഗവത്ഗീതയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്ര പേർക്ക് വന്നു? നിങ്ങളെല്ലാവരും അത് കാണണം. നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മാധവം എന്ന യൂട്യൂബ് ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. എല്ലാവരും ഭഗവത്ഗീത കേൾക്കണം, കേട്ടത് പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു മനസ്സിന് ബലം കിട്ടി എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നാലും അതിനെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകുവാനുള്ള ഒരു കരുത്ത് നമുക്ക് ആർജിച്ചെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ അത് പറഞ്ഞു തന്നത്. അപ്പം നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ ജീവിതം കൊണ്ട് എന്താണ് പ്രയോജനം? അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈശ്വരനെ വിചാരിച്ച് ഭഗവാന് വേണ്ടിയാണ് എന്ന് കരുതിയെങ്കിലും ഭഗവത്ഗീത ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നത് അല്ല, നിങ്ങൾക്ക് മറ്റെവിടെ നിന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും, അതല്ലെങ്കിൽ ബുക്ക് മേടിച്ച് വായിച്ച് പഠിക്കുക, എങ്ങനെയാണെങ്കിലും ഭഗവത്ഗീത തീർച്ചയായിട്ടും പഠിക്കണം. ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഭഗവത്ഗീത അതും കൂടെ ഒന്ന് പറയണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ വാക്കുകളുടെയും അർത്ഥം പറഞ്ഞ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, നാമം ജപിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.